റിലീസ് ചെയ്ത മലയാള ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാനായി പോകുന്നത്. വെൽക്കം ബാക്ക് സിനിമാ വാർത്ത മലയാളം. ഒന്നാമത്തെ ചിത്രം ലാലേട്ടൻ നായകനായി എത്തിയ ദേവദൂതൻ എന്ന ചിത്രമാണ്. ദേവദൂതൻ റിലീസ് ചെയ്ത് നേടിയ കളക്ഷൻ 4.25 കോടിയാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതും ഒരു ലാലേട്ടൻ ചിത്രമാണ്, ഛോട്ടാ മുംബൈ. ഛോട്ടാ മുംബൈ റിലീസ് ചെയ്ത് നേടിയ കളക്ഷൻ 3.6 കോടിയാണ്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും ഒരു ലാലേട്ടൻ ചിത്രമാണ്, സ്ഫടികമാണ്. സ്ഫടികം റിലീസ് ചെയ്ത് നേടിയ കളക്ഷൻ 3.15 കോടിയാണ്. നാലാം സ്ഥാനത്ത് നിൽക്കുന്നതും ഒരു ലാലേട്ടൻ ചിത്രമാണ്, മണിച്ചിത്രത്താഴാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത്. മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്ത് നേടിയ കളക്ഷൻ 3.10 കോടി രൂപയാണ്. അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു മമ്മൂക്ക ചിത്രമാണ്, ഒരു വടക്കൻ വീരഗാഥ. ചിത്രം റിലീസ് ചെയ്ത് നേടിയ കളക്ഷൻ 1.10 കോടി രൂപയാണ്. ആറാം സ്ഥാനത്ത് നിൽക്കുന്നതും മമ്മൂക്ക നായകനായ ഒരു ചിത്രമാണ്, വലിയേട്ടൻ. വലിയേട്ടൻ റിലീസ് ചെയ്ത് നേടിയ കളക്ഷൻ 70 ലക്ഷം രൂപയാണ്. മമ്മൂക്കയുടെ തന്നെ ഒരു മാസ് ക്യാരക്ടറും ഷാജി കൈലാസിൻ്റെ ഒരു ഡയറക്ഷനുമുള്ള ചിത്രം കൂടിയായിരുന്നു ഇത്. ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന ലൂസിഫറാണ്. ലൂസിഫർ റിലീസ് ചെയ്ത് നേടിയ കളക്ഷൻ 40 ലക്ഷം രൂപയാണ്. പൃഥ്വിരാജ് ലാലേട്ടൻ കോംബോയിൽ വന്ന ചിത്രമായിരുന്നു ലൂസിഫർ. എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു മമ്മൂക്ക ചിത്രമാണ്, ആവനാഴി. ചിത്രം റിലീസ് ചെയ്ത് നേടിയ കളക്ഷൻ 18 ലക്ഷം രൂപയാണ്. മമ്മൂക്കയുടെ എവർഗ്രീൻ കഥാപാത്രങ്ങളിൽ ഒന്നായ ആവനാഴി എന്ന ചിത്രം റിലീസ് ചെയ്തപ്പോൾ 18 ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചത്.